ഇന്നത്തെ ഒരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് ഏറ്റവും അറിയപ്പെടുന്ന സ്ട്രാറ്റജിസ്റ്റായ പ്രശാന്ത് കിഷോർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം. അദ്ദേഹം ഈ പരിപാടി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഒരു കണക്കിന് അതൊരു നല്ല കാര്യമാണ്. അദ്ദേഹം സ്വന്തം പാർട്ടി ബീഹാർ കേന്ദ്രീകരിച്ച, അദ്ദേഹം ബീഹാർ സ്വദേശിയാണ്, രൂപീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞൊരു ദിവസം പറഞ്ഞത്, ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക പറഞ്ഞത്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ പാർട്ടി, താൻ രൂപീകരിച്ച പാർട്ടി ബീഹാറിൽ ഭരണം പിടിച്ചെടുക്കും എന്നാണ്. അദ്ദേഹം കഴിഞ്ഞ 1-2-3 മാസങ്ങൾ ബീഹാറിലൂടെ പര്യടനം നടത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ അവിടെ ബലപ്പെടുത്തുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹം പാർട്ടി നേതാവായിട്ട് മാറുമ്പോൾ അദ്ദേഹം ഈ പോൾ പ്രവചന പരിപാടി ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പം ഇന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, നോ മോർ, ഞാനിനി പോൾ പ്രഡിക്ഷൻ ഇല്ല, സർവേ ഫലങ്ങൾ പറയാനില്ല. അതിൻ്റെ കാരണം തിരിച്ചടി നേരിട്ടു, എൻ്റെ പ്രവചനങ്ങൾ ഭൂരിപക്ഷവും തെറ്റായിപ്പോയി, താൻ കണക്ക് കൂട്ടിയതിൽ വലിയ പാളിച്ച വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റായി പോയത് UP, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബംഗാൾ, ഇന്ത്യയിലെ 4 പ്രമുഖ സംസ്ഥാനങ്ങളാണ്. ഇവിടെ ഇന്ത്യ പ്രതിപക്ഷ സഖ്യം വൻ മുന്നേറ്റം നടത്തി. അത് മുൻകൂട്ടി കാണാൻ നമ്മുടെ പ്രശാന്ത് കിഷോറിന് സാധിച്ചില്ല. അദ്ദേഹം സമ്മതിക്കുന്നു, ഈറ്റിംഗ് ദ ഹംബിൾ പൈ എന്നൊരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. എൻ്റെ തെറ്റുകൾ, എൻ്റെ മിസ്റ്റേക്ക് ഞാൻ സമ്മതിക്കുന്നു. അതാണ് അതിൻ്റെ ചെറിയ മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ ഈറ്റിംഗ് ദ ഹംബിൾ പൈ. അപ്പോൾ ബംഗാളിലും തെറ്റിപ്പോയി. ബംഗാളിൽ BJP ഏറ്റവും വലിയ പാർട്ടിയാകും എന്നായിരുന്നു കിഷോറിൻ്റെ പ്രവചനം. അവിടെ തെറ്റിപ്പോയി. അവിടെ ഇടതുപക്ഷവും പിന്നിലായി, കോൺഗ്രസ് പിന്നിലായി, മമതാ ബാനർജി വീണ്ടും അവിടെ വിജയക്കൊടി പാറിച്ചു എന്നുള്ള സത്യം. അതുപോലെ മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ മുന്നണി നേടിയ വിജയം, UPയിൽ അത്ഭുതപ്പെടുത്തുന്ന വിജയം, സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്നുള്ള സഖ്യം, രാജസ്ഥാനിൽ ഇടതുപക്ഷങ്ങൾ ഉൾപ്പെടെ ചേർന്നുള്ള വലിയ സഖ്യം നേടിയ വിജയം, ഇതെല്ലാം കൂടെ ഒക്കെ മുൻകൂട്ടി കാണുന്നതിൽ കിഷോർ പരാജയപ്പെട്ടു. അദ്ദേഹം പറയുന്നത്, BJPക്ക് ആദ്യഘട്ടത്തിൽ മുൻതൂക്കമുണ്ടായിരുന്നു. ഈ 7 ഘട്ടങ്ങളിലായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ പകുതി ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് BJPക്ക് തിരിച്ചടി വന്നത് എന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. അവിടെയാണ് പാളിപ്പോയത് എന്ന് പറഞ്ഞു. ശരിയായിരിക്കാം. കാരണം ആദ്യഘട്ടത്തിൽ, ആദ്യ 2 ഘട്ട പോളിങ്ങിൽ BJPക്ക് വലിയ അമിത ആത്മവിശ്വാസമായിരുന്നു. 400-ലധികം സീറ്റുകൾ NDAക്ക്, BJPക്ക് മാത്രം 370. ആ ഒരു വലിയ കോൺഫിഡൻസ് ലെവൽ BJPക്ക് പ്രധാനമന്ത്രിക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 3-4 ഘട്ടം കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ മുഖത്തൊരു മ്ലാനത വന്നു. അവരുടെ അവകാശങ്ങൾ 400 അവരുപേക്ഷിച്ചു, 370 ഉപേക്ഷിച്ചു. BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടും എന്ന ഘട്ടത്തിലേക്ക് അത് താഴേക്ക് വന്നത് നമ്മൾ കാണുക 3-4 ഘട്ടമാകുമ്പോൾ. ഇതെന്തേ പ്രശാന്ത് കിഷോറിന് കണ്ടെത്താൻ പറ്റാതെ പോയത്? 6-7 ഘട്ടമായപ്പോഴത്തേന് BJPക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് വിവരമുള്ളവർക്കൊക്കെ മനസ്സിലായി തുടങ്ങി. ഞങ്ങളുടെ വീഡിയോയിലും അത്തരം ചില അഭിപ്രായങ്ങൾ പങ്കുവച്ചതാണ്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല, അങ്ങനെ ഒരു സംവിധാനമാണ് വരാൻ പോകുന്നത്. ഇന്ത്യ മുന്നണി മുന്നേറ്റം നടത്തുകയാണ്, ഇന്ത്യ ബ്ലോക്ക് എന്നുള്ള അവസ്ഥയിലേക്ക് വന്നത് പ്രശാന്ത് കിഷോറിന് പിടികിട്ടിയില്ല. പിടികിട്ടാഞ്ഞിട്ടല്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതായത് ജയിലിൽ നിന്ന് പുറത്ത് വന്നിട്ട് ജയിലിലേക്ക് പോയ അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി, അന്ന് പറഞ്ഞൊരു അഭിപ്രായം, പ്രശാന്ത് കിഷോർ ഇപ്പോൾ BJPയുടെ ഏജന്റ് മാത്രമാണ് എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് കെജ്രിവാൾ വീണ്ടും തിഹാർ ജയിലിലേക്ക് പോയത്. അതായത് വോട്ടെടുപ്പ് ഘട്ടങ്ങളിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ BJPക്ക് അനുകൂലമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് പാളിച്ച ഉണ്ടായത്. പിന്നെ ഞങ്ങൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, BJP കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം, നരേന്ദ്രമോദിയും BJP സർക്കാരും കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് 7 ഘട്ടങ്ങളിലായിട്ട് പോളിംഗ് നടത്തിയതാണ്. BJPയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും വിചാരിച്ചത് 7 ഘട്ടങ്ങളിലായിട്ട് പോൾ പ്രക്രിയ ഒരു 1.5 മാസം നീട്ടി നടത്തുമ്പോൾ ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ട് നമ്മുടെ അജണ്ട സെറ്റ് ചെയ്യാമെന്നാണ് BJPയും സംഘപരിവാറും വിചാരിച്ചത്.
അവിടെയാണ് ജനങ്ങൾ തിരിച്ചടിച്ചത്. 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 ഘട്ടമായപ്പോഴത്തേക്ക് ട്രെൻഡ് മാറി. ആ ട്രെൻഡ് മാറിയത് പ്രശാന്ത് കിഷോറിന് അറിയാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെയും 7ാം ഘട്ടം വരെയും അത് കഴിഞ്ഞിട്ടും വോട്ടെണ്ണുന്നതിന് മുമ്പും പ്രശാന്ത് കിഷോർ എന്തിനാണ് BJPക്ക് വേണ്ടി ഈ വക്കാലത്തെടുത്തത് എന്നുള്ളത് വളരെ സംശയാസ്പദമാണ്. കാരണം 2014 പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയെ വാഴിക്കുന്നതിൽ, ബ്രാൻഡായിട്ട് മോദിയെ മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ച തിങ്ക് ടാങ്കിന്റെ നേതാവാണ് പ്രശാന്ത് കിഷോർ. അതിനുശേഷം 2019 അതുപോലെ പിന്നെ മറ്റു പല പ്രതിപക്ഷ പാർട്ടികൾക്ക്, ബംഗാളിൽ മമതയ്ക്ക് വേണ്ടി, TMCക്ക് വേണ്ടി, അതുപോലെ തമിഴ്നാട്ടിലെ DMKയ്ക്ക് വേണ്ടി, അങ്ങനെ പലയിടത്തും ഈ ബീഹാറിലെ വിശാല സഖ്യത്തിന് വേണ്ടിയൊക്കെ കാശും വാങ്ങിയിട്ട് സത്യസന്ധമായിട്ട് തന്നെ പോൾ പ്രഡിക്ഷൻ സർവേകൾ നടത്തിയ ആളാണ് പ്രശാന്ത് കിഷോറും അദ്ദേഹത്തിൻ്റെ ടീമും. അത് തർക്കവുമില്ല. പക്ഷെ ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രവചനം ആകെ ശരിയായത് ആന്ധ്രയിൽ മാത്രമാണ്. ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡി നിയമസഭയിലും പരാജയപ്പെടും, ലോക്സഭയിലും പരാജയപ്പെടും, TDP തിരിച്ചു വരുമെന്ന് പറഞ്ഞത് മാത്രം ശരിയായി, ബാക്കിയെല്ലാം തെറ്റി. അദ്ദേഹം സമ്മതിച്ചത് തൻ്റെ വിലയിരുത്തലിൽ 20% എറർ വന്നു എന്നാണ്. അതുകൊണ്ട് ഞാനിനി പ്രഖ്യാപിച്ചു, ഞാനിനി വുഡ് നോട്ട് പ്രെഡിക്റ്റ് ഇലക്ഷൻ സീറ്റ്സ് എനിമോർ എന്നാണ് പുള്ളി പറഞ്ഞ വാചകം. ഇനി ഞാൻ ജീവിതത്തിൽ പ്രവചനത്തിനില്ല, ഇലക്ഷനും പ്രവചനത്തിനും ഞാനില്ല. അപ്പം ഇത് അടുത്ത കാലത്ത് ഇദ്ദേഹത്തിന് മുമ്പ് യോഗേന്ദ്ര യാദവ്, സാമൂഹ്യ ശാസ്ത്രജ്ഞനും ആക്ടിവിസ്റ്റുമായ യോഗേന്ദ്ര യാദവും പ്രണോയ് റോയുടെ NDTVയുമായിട്ട് ചേർന്ന് കൃത്യമായ പോൾ പ്രഡിക്ഷൻ വളരെ നാളുകളായിട്ട് നടത്തിയിരുന്നു. അത് പലതും ശരിയായി വന്നു. അതിനുശേഷം അദ്ദേഹം സ്വരാജ് പാർട്ടി രൂപീകരിച്ച് അങ്ങോട്ട് പോയപ്പോൾ അദ്ദേഹം ഡീവിയേറ്റ് ചെയ്ത് പോയി. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളിൽ പാളിച്ചകൾ വന്നു എന്ന് നമ്മൾ കാണുക. അപ്പം ഈ പോൾ പ്രവചനത്തിന് നിഷ്പക്ഷത അനിവാര്യമാണ്. നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവാം, പക്ഷേ നമ്മുടെ രാഷ്ട്രീയം അത് ഇലക്ഷൻ വിശകലനത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് മീഡിയ പ്രവർത്തകർക്കും ഞാൻ ഉൾപ്പെടെയുള്ളവർക്കും, അതുപോലെ പോൾ പ്രഡിക്ഷൻ നടത്തുന്ന പോൾ സ്ട്രാറ്റജിസ്റ്റുകൾക്കുമൊക്കെ ബാധകമാണ്. ഈ സഫോളജി എന്നാണ് ഈ ശാസ്ത്രത്തെ പറ്റി അറിയപ്പെടുന്നത്. അതായത് ലോകം മുഴുവൻ ജനാധിപത്യ തെരഞ്ഞെടുപ്പുകളിൽ വന്നിട്ടുള്ള ഒരു ശാസ്ത്രീയ വിഭാഗമാണ് സഫോളജി. അതായത് ഇലക്ഷൻ ഫലപ്രഖ്യാപനം മുൻകൂട്ടി നടത്തുക, വിലയിരുത്തുക, ആര് ജയിക്കും ആര് തോൽക്കും, അതാണ് സെഫോളജി. അപ്പോൾ ഇപ്പോൾ സെഫോളജി അധികം പേര് പറയാറില്ല, അതാണ് ശാസ്ത്രത്തിൻ്റെ പേര്, ഒരു സാമൂഹ്യ ശാസ്ത്രമാണത്. ഇപ്പം അതിനെ നമ്മളെല്ലാവരെയും ഒന്നുകൂടെ ഒരു ഗ്രേഡ് കൂട്ടിയിട്ട് പോൾ സ്ട്രാറ്റജിസ്റ്റ്, തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ എന്ന് മലയാളത്തിൽ പറയാവുന്ന രൂപത്തിൽ നമ്മൾ യോഗേന്ദ്ര യാദവും അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇപ്പോൾ പ്രശാന്ത് കിഷോറും, പക്ഷെ ഇവർക്കെല്ലാം പലയിടത്തും ഡീവിയേറ്റ് ചെയ്ത് പോയി എന്നുള്ള വിഷയമാണ് നമ്മളിവിടെ കാണേണ്ടത്. അപ്പോൾ ഇനിയും ഇത്തരം പ്രഡിക്ഷൻ നടത്തുമ്പോൾ മാധ്യമങ്ങൾ ഇപ്പം 2-3 രീതികളുണ്ട്, അതോടെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുക. ഈ പോൾ പ്രഡിക്ഷൻ പല മെത്തേഡുണ്ട് സർവേ നടത്തിയിട്ട്. അത് എത്രമാത്രം ശാസ്ത്രീയമായിട്ട് ചെയ്യാൻ പറ്റും ഫീൽഡിൽ പോയി ചെയ്യുന്നു എന്നതാണ് പ്രധാനം. ഇപ്പം പ്രീ പോൾ സർവേ ഉണ്ട്, എക്സിറ്റ് പോൾ ഉണ്ട്, പോസ്റ്റ് പോൾ സർവേ ഉണ്ട്. ഇതെല്ലാം വ്യത്യസ്തമാണ്. സഫോളജിയിൽ ഇതെല്ലാം പല ഗ്രേഡിലുള്ളതാണ്. അപ്പം പ്രീ പോൾ സർവേയിൽ നമ്മളൊരു മണ്ഡലത്തിലോ ലോക്സഭയിലോ അസംബ്ലിയിലോ നിയമസഭയിലോ പോയിട്ട് നമ്മളൊരു 500 വോട്ടർമാരെ കാണുന്നു, ഓരോ സെഗ്മെന്റ് വൈസ് ആയിട്ട്, ഇൻകം ഗ്രൂപ്പ്, സമുദായ ഗ്രൂപ്പ്, അതുപോലെ ജോഗ്രഫിക്കൽ ഡിവിഷൻ ഒക്കെ നോക്കിയിട്ട് നമ്മളൊരു റാൻഡം സർവേ സാമ്പിൾ എടുത്തിട്ട് 500 പേരെ കാണുന്നു, 1000 പേരെ കാണുന്നു, അല്ലെങ്കിൽ 2000 പേരെ കാണുന്നു. അതിൽ നിന്ന് ആ ഡേറ്റ വെച്ചിട്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്ന സ്ഥാനാർത്ഥിക്ക് ഇന്ന സാധ്യത, ഇന്ന സ്ഥാനാർത്ഥി പിന്നിലാണ് എന്ന് പറയുന്ന വളരെ ശാസ്ത്രീയമായ ഒരു ഡേറ്റ വിശകലനം സൈക്കോളജിയിലുണ്ട്. പ്രീപോൾ സർവേയിൽ ഒന്നതാണ്. എക്സിറ്റ് പോൾ അങ്ങനെയല്ല. ഇനി ഈ പോസ്റ്റ് പോൾ സർവേ എന്ന് പറയുന്നതും ഈ പ്രീപോൾ സർവേയിൽ പോയി ഈ കണ്ട 500 അല്ലെ 1000 2000 പേരെ ഇലക്ഷൻ കഴിഞ്ഞ് വീണ്ടും അവരുടെ വീടുകളിലോ അവരുടെ സ്ഥലങ്ങളിലോ പോയി കണ്ടിട്ട് നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞു, ഇപ്പം നിങ്ങൾ എങ്ങനെ വോട്ട് ചെയ്തു, നിങ്ങളുടെ വോട്ടിംഗ് പാറ്റേണിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അടുത്ത സെക്കൻഡ് ഡേറ്റ, ഫൈനൽ ഡേറ്റ എടുക്കുന്ന രീതിയാണ് പോസ്റ്റ് പോൾ സർവേ. എന്നാൽ എക്സിറ്റ് പോൾ ഇത് രണ്ടുമല്ല. കാരണം പ്രീ പോൾ സർവേക്കും പോസ്റ്റ് പോൾ സർവേക്കും കുറെ കൂടെ മനുഷ്യ ബുദ്ധി പ്രയോഗിക്കേണ്ടതുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് അതിനകത്ത് കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. 2 സർവേ നടത്തേണ്ടി വരും.
എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സിമ്പിളായിട്ട് പോയിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് ചെയ്തിട്ട് ഇറങ്ങി വരുന്നവരോട് ഗൺമൈക്കും പിടിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ മറ്റു മാധ്യമങ്ങളാണെങ്കിൽ മൊബൈൽ ഫോണോ വല്ലതും കാണിച്ചിട്ട് നിങ്ങൾ എങ്ങനെ വോട്ട് ചെയ്തു, ആർക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു 100 പേരെ കാണുന്നു, അല്ലെ ഒരു 200 പേരെ കാണുന്നു. അത് വെച്ചിട്ട് ഒരു സാമ്പിൾ എടുക്കുന്ന, ഇന്നയാൾ ഇവിടെ ജയിക്കും, ഇന്നയാൾ അവിടെ തോക്കും, ഇത് ഇങ്ങനെയാണ്. അതാണ് എക്സിറ്റ് പോൾ. അപ്പൊ എക്സിറ്റ് പോളിന് ഈ പറയുന്ന പ്രീ പോളിന്റെയോ പോസ്റ്റ് പോളിന്റെയോ അധ്വാനമോ ശാസ്ത്രതയോ അത്രയും വരില്ല, കുറവാണ്. ഇപ്പൊ ഇവിടെ മാധ്യമങ്ങൾ ചെയ്ത എന്താണ്? എക്സിറ്റ് പോൾ എല്ലാം BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അനുകൂലം. BJP NDA വൻ വിജയത്തിലേക്കായിരുന്നു എക്സിറ്റ് പോൾ, മാധ്യമങ്ങളുടെ എക്സിറ്റ് പോൾ മുഴുവൻ. അത് കംപ്ലീറ്റ് പാളിപ്പോയി. 1. 2, വിദഗ്ധന്മാര്, പ്രശാന്ത് കിഷോറിനെ പോലുള്ള വിദഗ്ധന്മാർക്ക് പറ്റിയ അബദ്ധങ്ങൾ, അതോ അവര് മനഃപൂർവ്വം BJPക്ക് വേണ്ടി പണിയെടുത്തോ എന്ന് പറയുന്ന രണ്ടാമത്തെ ചോദ്യം. ഇനി പല ഇലക്ഷനും വരാനിരിക്കുന്നു, നിയമസഭ ഇലക്ഷൻ പല സംസ്ഥാനങ്ങളിലും അടുത്ത മാസങ്ങളിൽ വരാനിരിക്കുന്നു. ഇതൊരു ടെസ്റ്റ് ഡോസാണ്. ഇനിയെങ്കിലും നമ്മുടെ എക്സിറ്റ് പോളുകളും പ്രീ പോളുകളും പോസ്റ്റ് പോൾ സർവേയും ഒക്കെ എത്രമാത്രം കൃത്യതയോടെ സൈക്കോളജി എന്ന് പറയുന്ന ഈ സാമൂഹ്യ ശാസ്ത്ര സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു വെല്ലുവിളിയാണ് ഇവിടെ ഈ ഇലക്ഷനിൽ പിന്നെ മാധ്യമങ്ങൾക്കും അതുപോലെ സൈക്കോളജിസ്റ്റുകൾക്കും മുന്നിൽ വന്നിട്ടുള്ളത്. അത് നമ്മൾ മാധ്യമങ്ങളും സൈക്കോളജിസ്റ്റുകളും അല്ലെ പോൾ സ്ട്രാറ്റജിസ്റ്റുകളും അത് ഏറ്റെടുക്കുമോ എന്നതാണ് ഏറ്റവും കാതലായ ചോദ്യം.